പിന്നെ അവർക്ക് ഫർണിച്ചർ ഇലക്ട്രോണിക്സ് എല്ലാം കൊടുക്കും. ഇലക്ട്രോണിക്സ് ഒക്കെ നമ്മൾ കൊടുക്കും അവർക്ക്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, മിക്സി അങ്ങനെയുള്ള എല്ലാ സാധനം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ആദ്യം നമ്മളെ ലൊക്കേഷൻ വരുന്നത് കുറ്റിപ്പുറം മൂടാലാണ്. മൂടാല് കഞ്ഞിപ്പുര ബൈപ്പാസ് റോഡിലാണ്. നമ്മളെ വളാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. പേര് സ്ഥാപനത്തിന്റെ പേര് സിംഫണി ഫർണിച്ചർ. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റ്? നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റ്, പിന്നെ ഫർണിച്ചർ റീറ്റെയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പുതിയൊരു സ്കീം തുടങ്ങിയിട്ടുണ്ട് ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഫർണിച്ചർ വളരെ സുലഭമായ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാസം 1000 രൂപ അടച്ചിട്ട് 13 നറുക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ 13 നറുക്കിൽ 13,000 രൂപ അടക്കുക. ആ 13,000 രൂപ ഫർണിച്ചർ അവർക്ക് എടുക്കാൻ പറ്റും. ഈ 13 നറുക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സമ്മാന പദ്ധതി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ നമ്മൾ ചെയ്യുന്ന ഒരു സമ്മാനമാണ്. അത് ഓരോ മാസം ഓരോ സമ്മാനമാണ്. 10 മാസം നമ്മൾ കൊടുക്കുന്നത് അരപ്പവൻ ഗോൾഡ് വെച്ചിട്ട് 10 മാസം കൊടുക്കുന്നുണ്ട്. പിന്നെ 11ാമത്തെ മാസം ഒരു iPhone 16 കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 16 Pro 12ാമത്തെ മാസം. 13ാമത്തെ മാസം നമ്മളെ ബമ്പർ വരുന്നത് നമ്മളെ സുസുക്കി ആക്സസ് എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇതിലെ ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സമ്മാനം കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഫർണിച്ചർ എടുക്കാൻ പറ്റും. സമ്മാനം നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫർണിച്ചർ എടുക്കേണ്ട ആളുകൾക്ക്, അതായത് കുറിവെക്കല് കാര്യങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 4 നറുക്ക് 5 നറുക്കൊക്കെ നമുക്ക് കൂടാൻ പറ്റും. ഒരു 5 നറുക്കും നമ്മൾ സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തും ചെയ്യും. 5 നറുക്കാണ് 10 നറുക്കാണെങ്കിലും അതൊക്കെ സമ്മാനം കിട്ടാനുള്ള ഒരു അവസരം നമ്മൾ അവർക്ക് കൊടുക്കും ചെയ്യും. അപ്പൊ നമ്മളിത് സമ്മാനം കിട്ടാത്ത ആൾക്കും കിട്ടിയ ആൾക്കാർക്കും ഫർണിച്ചർ ഈ വിലക്ക് എടുക്കാൻ, ഫർണിച്ചർ ഈ വിലക്ക് റീറ്റെയിൽ വിലക്ക് തന്നെ നമുക്ക് എല്ലാവരും കേരളത്തിന് പുറത്തുനിന്നൊക്കെയുള്ള കുറെ ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടില്ല. നമുക്ക് എവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ കുറിയിലും ചേരാൻ പറ്റും. നമ്മൾ കാഞ്ഞങ്ങാട് ബേസ് ചെയ്തിട്ട് അവിടുന്ന് കുറിയിൽ ആളെ ചേർക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ ഏരിയയിലും പുറത്തുള്ള ആളുകൾ ഇഷ്ടംപോലെ ആളുകൾ ചേർന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി 10-14 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാൾമെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളെ ബെഡും ഫർണിച്ചറും സ്റ്റാർട്ട് ചെയ്തിരിക്കില്ലേ. അപ്പൊ നമുക്ക് കുറച്ച് പ്രൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റില്ലേ? ചെയർ ഇത് ട്രീറ്റഡ് മഹാഗണിയാണ്. ഇത് സാധാ നമ്മളെ അക്കേഷ്യ തേക്ക്. ഇത് സ്പെഷ്യലായിട്ട് ചെയ്താണല്ലോ, നമ്മൾ പാർട്ടിക്ക് വേണ്ടി അടിച്ചതാണ്. അതിൽ കുഷൻ ചെയ്യാനാണ്. ഇത് ട്രീറ്റഡ് മഹാഗണി. നമ്മള് മഹാഗണി നമ്മൾ നാടൻ മഹാഗണിയാണത്. ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്. ഇത് ഒരു കംപ്ലൈന്റും വരില്ല. അതായത് ട്രീറ്റ് ചെയ്ത മരത്തിന്റെ എല്ലാ കേടും തീർന്നു. ഇതിനൊക്കെ നിങ്ങൾ എത്ര വാറന്റി കൊടുക്കണേ? ഇതിനൊക്കെ 15 വർഷം 20 വർഷം വരെ വാറന്റി കൊടുക്കാം. അതായത് ഇത് കംപ്ലൈന്റ് വരില്ല. ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇത് നമ്മൾ സാധാ ലോക്കൽ പോളിഷ് അല്ല ചെയ്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പീസുകളൊക്കെ വരുന്നത് കാരണം നല്ല മരത്തുമെന്ന് വുഡുമെന്ന് എടുത്തില്ല, വേസ്റ്റ് പീസ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ല. കാലുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും അതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്നുണ്ടാവും? ഇതൊക്കെ വരുമ്പോൾ ഒരു 6,500 7 ആ റേഞ്ചിലൊക്കെ വരും. ഓരോ കസ്റ്റമർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണ്ടിച്ചാൽ നമുക്ക് അങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റും. ഇനി റേറ്റ് കുറച്ചുകൂടി സാധാരണഗതിയിൽ ചെയ്യാൻ എത്ര വരും? സാധാരണഗതി ചെയ്യാൻ നമുക്ക് ഒരു 4,500 3,500 ചെയ്യാൻ പറ്റും. മഹാഗണി ആയതുകൊണ്ടല്ലേ, ട്രീറ്റഡ് ആയതുകൊണ്ടല്ലേ? അക്കേഷ്യയിലാണെങ്കിലോ, അക്കേഷ്യയിലാണെങ്കിൽ നമുക്ക് 3,500 3,300 ആ റേഞ്ചിലൊക്കെ കുറഞ്ഞ നമ്മൾ ചെയ്യില്ല. ഇതൊക്കെ 4,500 ആ റേഞ്ച് പെട്ടതാണ്. 4,500 ഇത് 4,500 5 റുപ്യ ആ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാം. 4,500 5 റുപ്യ ഇത് നമുക്ക് 4,500 ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇതൊക്കെ 4,500. ഇതിന്റെ വ്യത്യാസങ്ങൾ അയ്യുമ്പോ തന്നെ കാണുന്നു. അത്യാവശ്യം വലുതാണല്ലോ. 4 സീറ്റർ ആണ്, 3 സീറ്റർ തന്നെയാണ്. അതൊക്കെ നമുക്ക് 4,500 ആ റേഞ്ചിൽ ചെയ്യാൻ പറ്റും. തേക്കാണ് വരുന്നത്. ഇതിന്റെ വെയിറ്റ് അപ്പൊ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവും. ഈ പീസിന്റെ ഒക്കെ വണ്ണം തന്നെ കണ്ടാൽ നമുക്ക് തേക്കാവുമ്പോഴേ അത്യാവശ്യം ക്വാളിറ്റി നമ്മൾ ചെയ്യും. തേക്ക് നമ്മൾ സ്വന്തം പ്രൊഡക്ഷൻ ആയിട്ട് തന്നെ ചെയ്യാം. തേക്ക് നമ്മൾ ബൾക്ക് എടുത്തിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. ഇത് അക്കേഷ്യയാണ് വരുന്നത്. ഇത് തേക്കാണ് വരുന്നത്. ഇത് പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ അടിച്ചതാണ് ഒരു മോഡൽ. വുഡ് ആൻഡ് സ്റ്റീലിൽ ചെയ്ത് സ്റ്റീൽ പൊതിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. ഇതെന്താ ഗുണം വെച്ചുകഴിഞ്ഞാൽ ഇത് കംപ്ലൈന്റ് വരില്ല. അങ്ങനെ മറ്റുള്ളതും കംപ്ലൈന്റ് വന്നതല്ല, പക്ഷെ ഇതിന് കാലൊക്കെ നമ്മൾ സ്റ്റീലാണ് കൊടുക്കുക. മരം ഫ്രെയിം ആയിട്ടാണ് മരം കൊടുക്കുന്നത്. ഇത് ഫ്രെയിം അടിച്ചതിന് ശേഷം മരം ഇട്ട് പൊതിയാണ്. നമ്മൾ മരത്തിനനുസരിച്ച് നമ്മൾ എത്രയാണോ മരം യൂസ് ചെയ്യണത്, എന്താണോ വർക്ക്, അതിനനുസരിച്ച് നമുക്ക് പറ്റ കുറഞ്ഞത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അടിച്ച മോഡലാണ്. ഇത് നമ്മൾ ഇതിന് ഒറ്റ പീസായിട്ടും ചെയ്യും, 2 പീസായിട്ടും ചെയ്യും. ഇത് 2 പീസാണ്. ഇതിൽ ചെറിയ കാണൂല, മനസ്സിലാവൂല. പക്ഷെ നമ്മളത് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇത് ഒറ്റ പീസായിട്ടും ചെയ്യും നമ്മൾ. ഇതൊക്കെ എന്താ വില ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ? ഇതിങ്ങനെ വരുമ്പോൾ 14 റുപ്യ ഒറ്റ പീസ് ആകുമ്പോഴാണ് റേറ്റ്. ട്രീറ്റഡ് ആയതുകൊണ്ടാണ്. മരത്തിന് ഇതാണെങ്കിലോ ഇത് വരുമ്പോൾ നമുക്ക് അത്ര വരുന്നില്ല. ഒരു 12 റുപ്യ 11,500 അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മഹാഗണിയാണ്. ഇതൊക്കെ മഹാഗണി. ഇത് അക്കേഷ്യ. ഇതെന്ത് വില കുറവായിരിക്കല്ലോ? ഇത് ഇല്ല, ഇതും അത്യാവശ്യം നല്ല നാടൻ ആശയം ഉണ്ടാക്കിയതാണ്. ഇതൊരു 12 റുപ്യ റേഞ്ച് വരും. ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് പിടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. ഇത് ട്രീറ്റഡ് മഹാഗണിയാണ്, പക്ഷെ ഇത് സാധാ അക്കേഷ്യയാണ്. പക്ഷെ ഇത് നല്ല പഴയതിന്റെ നമുക്ക് കുറച്ച് കസ്റ്റമർ ഉണ്ട്. പഴയ മരത്തിന് ചെയ്യുന്ന കുറച്ച് മരത്തിൽ വേണ്ടത്. പഴയ മരത്തിൽ വേണ്ടത്. ഇത് ഭയങ്കര ഹെവിയാണ് സാധനം. ഒരു കാലത്തും കേടുവല്ല. ഇതിന് 20 അല്ല 50 വർഷം മുമ്പ് വാറന്റി കൊടുക്കാൻ പറ്റും. സാധാരണ ഇതിന്റെ കേട് തീർന്ന മരമാണ്. എല്ലാ കേടുന്നത് ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും
പഴകണതിനനുസരിച്ച് ഞാൻ ചോപ്പ് കൂടിക്കൊണ്ടിരിക്കും. പ്ലാവിന്റെ ഒന്നും കാണാറില്ല സാധാരണ. അതിന് ചോപ്പ് കൂടുന്തോറും പ്ലാവിന്റെ പഴക്കം കൂടുന്നത്. ഇത് നമുക്ക് 4,400 വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 4,400. 4,400. ഓക്കെ. അതിന്റെ അടുത്തുള്ളത് തേക്ക്. ഇത് 7,500. ഇത് തേക്കിൽ ഫ്രെയിം ചെയ്തിട്ടാണ്. ഇത് നമുക്ക് 4,800 വരുന്നത്. 3 സീറ്റർ സോഫ 4,800 അല്ലേ? ഇതിന്റെ കളറൊക്കെ മാറ്റി അടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് ഏത് കളറിൽ അടിക്കാൻ പറ്റും? അടിച്ചു കൊടുക്കാൻ പറ്റും. ഏത് കളറിൽ അടിക്കാം. ഓക്കെ. ഇതാണെങ്കിൽ ഈ ഓർക്കിഡ് നമ്മൾ തേക്കിൽ ചെയ്യാണ് നമ്മൾ 22,500. ഇതിപ്പോ തേക്കാണല്ലോ പള്ളിയിലെ? തേക്കാണ് ഇതുള്ളത്. നല്ല തേക്കിലാണ് ചെയ്തത്. നല്ല തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. 22,500. ഇതേമാതിരി HR ചെയ്താണ്. ഇതേമാതിരി HR ചെയ്തത്. ഇത് നമ്മൾ ഇതിന്റെ കൈയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ പീസിന്റെ വണ്ണൊക്കെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. ഇത് കനം കുറക്കണതിനനുസരിച്ചിട്ട്. ഇത് 17,500 നമ്മൾ കൊടുക്കുന്നത്. 17,500 വരുമ്പോൾ നമ്മൾ ലോക്കലായിട്ട് ചെയ്തിട്ടല്ല കേട്ടോ. നമ്മൾ നല്ല സ്റ്റിച്ചിങ് ആണ്. ഇത് നിങ്ങൾക്ക് ഇരുന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് ഹെഡൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൂപ്പർ സോഫ്റ്റ് ഫോം ആണ്. അവർക്ക് ഏത് കളറാണ് വേണ്ടി നമുക്ക് ചെയ്തു 17,500. 17,500. ആ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അതിന്റെ മോഡലുകൾ നമ്മൾ വിട്ടുകൊടുക്കാം. ഇതാണെങ്കിൽ ഈ സോഫ ആണെങ്കിലോ? ഈ സോഫ വരുന്നത് കുറച്ചും കൂടിയും കൂടിയതാണ്. ഒരു 27 റുപ്യ റേഞ്ച് വരും. 27 രൂപ. ഇതിന് ഇവിടെ ലോഞ്ചറൊക്കെ വരുന്നുണ്ട്. അതുപോലെ അതിന് റെക്രോന്റെ ബാഗ് വരുന്നുണ്ട്. പിന്നെ ഇതും അതേപോലെ തന്നെ പോക്കറ്റ് സ്പ്രിംഗ് സൂപ്പർ സോഫ്റ്റ്. പിന്നെ റെക്സിനൊക്കെ ഒന്നുകൂടി ക്വാളിറ്റി കൂടിയ റെക്സിന്. പിന്നെ സൈഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വർക്ക് കൂടിയ മോഡലാണ്. ഇതൊരു 16,500 ചെയ്യാൻ പറ്റും. 16,500. അടിപൊളിയായിട്ടാണല്ലോ. നല്ല സോഫയാണിത്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഷാറാണ്. 16,500 ആ റേഞ്ചിൽ ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ ഈ സോഫ ഇത് നമ്മള് 13,500 ആ റേഞ്ചിൽ ചെയ്യാം. കൊറോണക്ക് അത്യാവശ്യം വലുപ്പമുള്ള സാധനമാണ്. അതുപോലെ 5 സീറ്റ് വരുന്നുണ്ട്. ഈ സീറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. അതിനനുസരിച്ച് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്താ വില പറഞ്ഞിരിക്കുന്നത്? ഇത് 13,500. 13,500. അതൊക്കെ നമ്മളെ കുറികൾക്കും കൂടിയിട്ട് നമ്മളെ സ്കീമിൽക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മള് അങ്ങനെ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ലെതർ എന്ന് പറഞ്ഞ സാധനമാണ്. എന്താ വില പറഞ്ഞത്? ഇത് 10,500. അതിന്റെ കാലും കാര്യങ്ങളൊക്കെ വ്യത്യാസം. നമ്മൾ ചെയ്യുന്നതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാണുമ്പോ നമുക്കൊക്കെ ഒരേപോലെ തോന്നും. സോഫ കാണുമ്പോഴേ സോഫ ബെഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് മരം എന്ന് പറഞ്ഞാൽ മരം അറിയുന്ന ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഇതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇത് ചെയ്യുന്ന അതിന്റെ സ്റ്റിച്ചിങ്ങും അതിന്റെ ലെതറിന്റെ റെക്സിന്റെ ക്വാളിറ്റി ഫോമിന്റെ ക്വാളിറ്റി പിന്നെ അതുപോലെ യൂസ് ചെയ്തിട്ടുള്ള കാല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ റേറ്റ് മാറ്റം വരും. 5,300. 5,300 പ്ലെയിൻ ഗ്ലാസ്. അക്കേഷ്യന്റെ ചെയറും തന്നെ. അക്കേഷ്യന്റെ ടേബിളും അത് അത്യാവശ്യം നല്ല ടേബിൾ ആട്ടോ. കാലൊക്കെ വർക്കുള്ള സാധാരണ ഇങ്ങനത്തെ ടേബിൾ തന്നെ കാല് പ്ലെയിൻ ആയിട്ടാണ്. നമ്മൾ കുറച്ച് നല്ലതായിട്ട് നമ്മളെ ഷെഡ് തന്നെ ആയതുകൊണ്ടേ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു 12,800 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. 12,800. 4 ചെയറും ടേബിളും കൂടി കൊടുക്കാൻ പറ്റും. ഗ്ലാസ് അടക്കം. എത്ര മുതലാണ് തുടങ്ങുന്നത്? ചെയർ നമ്മളൊരു 1,300 മുതലൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1,300 മുതൽ. 1,300 അക്കേഷ്യയാണ് ഉള്ളത്. അത് നമ്മളെ ഏറ്റവും കുറഞ്ഞ ചെയർ. ഇത് പിന്നെ 1,850 കൊടുക്കാൻ പറ്റും. കുട്ടികൾ പഠിക്കുന്നതല്ലേ നമ്മളതുപോലെ ചെയർ ഇതൊക്കെ കുട്ടികൾക്ക് പറ്റിയ രീതിക്കുള്ളത്. ഇത് നമ്മള് കിച്ചൺ ടേബിൾ ആണ്. നമ്മളെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് പലയിടത്തും ഉണ്ട്. ഇത് നമുക്ക് കിച്ചണിലേ നമ്മളെ സ്പേസ് ഒരിക്കലും പോകില്ല. ചെയർ നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ വെക്കാൻ പറ്റും. ഇത് നമ്മൾ 15 റുപ്യ റേഞ്ച് നമ്മൾ അക്കേഷ്യയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് തേക്കിലും ചെയ്യാൻ പറ്റും. തേക്കിൽ ചെയ്യുമ്പോൾ നമുക്ക് മരത്തിന്റെ പൈസ ഡിഫറൻസ് വരുന്നുള്ളൂ. ഞാൻ കൂടുതൽ ആളുകളോട് തേക്കിൽ ചെയ്യാനാണ് പറയാം. കാരണം മരത്തിൽ പണി സെയിം പണിയും പോളിഷൊക്കെ സെയിം അല്ലേ വരുന്നത്. 15 രൂപ. 15 രൂപ. ഈ മിൽക്കി വൈറ്റ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് മിൽക്കി വൈറ്റ് തേക്കിന്റെ ഫ്രെയിമാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് 17,500. ഈ ടേബിളിന് 6,300 ആണ്. ഇതൊരു പാർട്ടിക്ക് വേണ്ടി അടിച്ചാണ് നമ്മള്. നമ്മൾ ആദ്യം നമ്മൾ നോർമലി ചെയ്യൽ 6,300 എല്ലാവർക്കും ചെയ്യൽ 6,300. ഇത് 6,300 സൈസിലെ ഈ സൈസാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് കുറച്ചും കൂടി വീതിയാണ് കൂടുന്നത്. അപ്പൊ നമുക്ക് 6,300 ആകുമ്പോ ചില ഡൈനിങ്ങിലേക്ക് ഒന്നും കൂടി 6,300 ഇത്ര വേണമെന്നില്ല ശരിക്കും. ഇല്ല ഇത്ര വേണമെന്നില്ല. നമുക്ക് എന്താ പറയുക 6,300 ആയാലും നമുക്ക് അതേ ഉപകാരം നടക്കും. ഇതാണെങ്കിൽ ഈ മിൽക്കി വൈറ്റ് ഇട്ടുള്ള ഈ സാധനം മിൽക്കി വൈറ്റ് ഉള്ളത് ഈ സാധനം 39 ആണ് ഇതിന്റെ സെറ്റ് റേറ്റ് വരുന്നത്. ഇതിന്റെ അടിയിലൊരു ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ടേ അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ബോക്സ് ഒക്കെ ചെയ്തിട്ട് ഫുൾ തേക്കിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ചെയർ കുഷൻ ചെയ്ത് തേക്കില് നല്ല വെയിറ്റ് ഉള്ള ചെയർ. 12,500 ആ റേഞ്ചിൽ ചെയ്യാൻ പറ്റും. ഒരു 12,500 ആ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കൊടുക്കാൻ പറ്റും. 3 ഡോർ കൊടുക്കാൻ പറ്റും. ഇത് 6,800 ആ റേഞ്ചിലാണ് നമ്മൾ ചെയ്തത്. 4 ഡോർ ആയിട്ടാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മറ്റേത് 2 ഡോർ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി കുറക്കാൻ പറ്റും. പ്രൈസ് കുറക്കാൻ പറ്റും. പക്ഷെ എന്താ പറയുക ഇപ്പൊ ഈ 4 ഡോർ കൂടുതലും ആളുകൾ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളിടത്തെ സൗകര്യം ഇതാണ്. തേക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ആശേരി നമ്മളെ നാട്ടിലൊരു ആശേരി ഉണ്ട് കൊടുന്ന് ചെയ്തെന്നതാ. ഇത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 16,500 ആ റേഞ്ചിലേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നല്ല വെയിറ്റ് ആട്ടോ ഫ്രെയിം. ഹെവി വെയിറ്റ് ആണ് ഈ ഫ്രെയിം. ഇത് നമുക്ക് 1,900 ചെയ്യാൻ പറ്റും. ഇത് റേറ്റ് കുറയണതേ ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടല്ല കേട്ടോ.
സാധാരണ ഹൈറ്റ് നമ്മൾ 42 വെക്കാം. ഇതൊരു 36, 37 വെച്ച് ശരിക്ക് ചില ആളുകൾക്ക് ഇത്ര വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് നല്ല ഭംഗി, ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ചെയർ തന്നെയാണ്. ഹൈറ്റ് ഒന്ന് കുറഞ്ഞോണ്ട് നമ്മൾ പ്രൈസിലൊന്ന് നമുക്ക് കുറഞ്ഞപ്പോ അത് ഇവിടെയും കുറച്ചു. അതെ അതെ, 7,500 ആ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. 7,500 അത് നമുക്ക് സാധാരണക്കാർക്കൊക്കെ നമ്മൾ മാക്സിമം സാധാരണക്കാർക്കും വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് ഇത്, ഈ സാധനങ്ങളൊക്കെ. ഇപ്പൊ പിന്നെ മോഡലും ഇങ്ങനെ തന്നെ ആയി വന്നു. ഇത് ബ്ലാക്ക് ഗ്ലാസ് അടക്കല്ലേ പറഞ്ഞ ഗ്ലാസ് അടക്കം വരുമ്പോ നമുക്ക് 5,900, 6,200 ആ റേഞ്ചിൽ ഇത് ഡ്രസ്സിംഗ് വരുമ്പോഴേ. അപ്പൊ 3 ഡോർ എത്ര മുതലാണ് കൊടുക്കുന്നത്? 3 ഡോർ അവിടെ കണ്ടത് 3 ഡോർ നമ്മൾ 8,300 മുതൽ കൊടുക്കുന്നുണ്ട്. ആ കാണുന്നത് കാണാതല്ല, അത് 8,900. 8,900 8,300 നമ്മൾ പറഞ്ഞ ആളുകൾക്ക് ഇറക്കി കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പൊ എന്താ പറയാ, ബോർഡ് നമ്മളൊരു 500 രൂപ 1000 രൂപയുടെ വ്യത്യാസം നമ്മളെ ബോർഡിലാണ് ക്വാളിറ്റി കുറക്കുക. ബോർഡിന്റെ ക്വാളിറ്റിയാണ് മാറ്റം വരിക, പണിക്കൂലിയും സെയിം ഒക്കെ സെയിം ആളുകൾ വരിക. പിന്നെ അതിന്റെ ഇഞ്ചസുകളെ മാറ്റം വരും. അപ്പൊ ഇത് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് പിന്നെ അത് മതിയെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കും. അല്ലാതെ നമ്മൾ സ്റ്റോക്ക് അത് മെയിനായിട്ട് നമ്മൾ തേക്ക്, പിന്നെ ട്രീറ്റഡ് മഹാഗണി, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഷെഡിൽ ചെയ്യുന്നത് അങ്ങനെ. പിന്നെ അക്കേഷ്യ വേണ്ടവർക്ക് നമ്മളിപ്പോ പാർട്ടി ഏത് മരമാണ് ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുക്കും. നമുക്ക് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഇന്ന മരം മതി എന്ന് പറഞ്ഞാൽ ആ മരം ചെയ്ത് കൊടുക്കും. ഈ പാർട്ടിക്ക് നമ്മളെ ഷെഡിൽ വന്ന് മരം കണ്ട് ചെയ്യണം. കൂടുതലായിട്ട് കട്ടിൽ നമ്മളെ ഷെഡിൽ നിന്ന് അടിച്ചിട്ടുള്ള കട്ടിലാണ്. ഈ കട്ടിലൊക്കെ നമുക്ക് 10,500, 11,500 ഈ കാലിന്റെ സൈസ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇതില് 4.5 ചെടി വരുന്നുണ്ട്, 5.5 ചെടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ ഡിഫറൻസ് അതിന്റെ മരത്തിന്റെ വ്യത്യാസം മാത്രമേ. അത് നിങ്ങൾക്ക് ഇതില് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. അതായത് ഇത് 4.5 ഈ സാധനം വരുന്നത്. ഇത് ഈ ചെടിയുടെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഇത് 4.5 വീതി. നേരെ മറിച്ച് ഇത് വരുമ്പോ നമുക്ക് 5.5. അപ്പൊ 5.5 ആകുമ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആവും മരം. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഒരു 1,000-2,000 രൂപയുടെ വ്യത്യാസം ആ മരം മൊത്തത്തിൽ. തേക്കിനെ കുറിച്ചൊന്നും പറയണ്ട, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കണ്ടാൽ തന്നെ കംപ്ലീറ്റ് ഗ്രെയിൻസ് ആണ്. അടിപൊളി, ഒന്നും വരഞ്ഞതല്ല. വരഞ്ഞാൽ അങ്ങനെ കിട്ടൂല ഒരിക്കലും. അടിപൊളി. പിന്നെ നമ്മൾ കൂടുതൽ പോളിഷ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത് അതിന്റെ രസം. ഇത്രയും വലിയ ഗ്രെയിൻസ് കിട്ടുന്നത് ഇത് വലിയ തടിമെന്നേ കിട്ടുള്ളൂ. അത്യാവശ്യം മണ്ണുള്ള തടി. സാധാരണ നമ്മൾ ഫർണിച്ചർ അടിക്കാനൊക്കെ വണ്ണം കുറഞ്ഞ തടിയല്ലേ ഉപയോഗിക്കാം. നമ്മൾ ഈ തേക്കൊക്കെ ഉപയോഗിക്കുന്ന ഞങ്ങൾ കൂടുതലായിട്ടും തേക്ക് എടുക്കണം നമ്മളെ തോട്ടത്തിൽ നിന്നാണ് എടുക്കുക. ഓരോ വീടുകളിൽ മറ്റുള്ള ഇവിടൊക്കെയുള്ള തോട്ടത്തിൽ നിന്ന് വലിയ തേക്കുകളൊക്കെ നമ്മൾ എടുക്കും. ഞങ്ങൾക്ക് ഇവിടെ തേക്ക് വലുത് കിട്ടിയപ്പോ അതിന്റെ ഗ്രെയിൻസ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ ഗ്രെയിൻസ് 22 രൂപ ആ റേഞ്ച് കട്ടിലിന് വരും. 22 രൂപ വരും. ഗ്രെയിൻസ് ഒക്കെ ഒന്ന് കണ്ടായിട്ട് എല്ലാവരും ഒന്ന് കണ്ടാളി. കാരണം ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കാം, നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ തേക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ തമിഴ്നാട്ടിലൊക്കെ കൊടുത്തൂടെ? എവിടെയും കൊടുക്കും. നല്ല അടിപൊളി തേക്കില് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സിംഫണിയിലേക്ക് വന്നോളൂ. ഇവരെ ഗ്രെയിൻസിലൊക്കെ വേണം നമുക്ക് കുറച്ച് സമയം തരേണ്ടി വരും. അത്ര നല്ലത് കിട്ടാനുള്ള സമയം ഒരു മാസം തന്നാ പോരാ. അതൊക്കെ മതിയാവും അല്ലേ? അതിന്റെ ഉള്ളിൽ തന്നെ കിട്ടും. പോക്കറ്റ് സ്പ്രിംഗ് ആണ്. ഇത് സ്റ്റിച്ചിങ് ഒക്കെ ഒരു പ്രത്യേക സ്റ്റിച്ചിങ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. പിന്നെ ഇതിന്റെ ബീഡിങ് കണ്ട് അതുപോലെ ഇതിന്റെ കാലൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. ഇത് 26 ഇതിന്റെ റേറ്റ് വരുന്നത്. 26,000 അല്ലേ? തേക്കിന്റെ കട്ടിലെന്ന് പറഞ്ഞു. അടിപൊളി തേക്കിന്റെ കട്ടില് ഇത് നമ്മള് കുഷ്യനൊക്കെ ചെയ്തിട്ടുള്ളേ, പാൻഡിങ് ഒക്കെ ചെയ്തിട്ടുള്ള നമ്മള് 19,500 ഇതിന് പ്രൈസ് ഇട്ടിട്ടുള്ളത്. 19,500. 19,500 അല്ല കേട്ടോ ശരിക്കും ഇതിന്റെ പ്രൈസ്. നമ്മളിപ്പോ അങ്ങനെ കൊടുക്കാണ്. കട്ടില ഇത് എഡേ പിന്നെ അക്കേഷ്യ അല്ല. അത് നമ്മൾ ഇങ്ങനെ അക്കേഷ്യ അല്ല തോന്നുന്നു. ഒരു പാർട്ടി പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചിട്ടതാണ്. നല്ല പോളിഷ്. അത് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കാണ്. ഡിസ്പ്ലേ ചെയ്തിട്ടാണ്. ഇതേമാതിരി ചെയ്ത് കൊടുക്കാം അല്ലേ? ഇതേമാതിരി ചെയ്ത് കൊടുക്കാം. ഒരു 15,500 ആ റേഞ്ചിലാണ്. പക്ഷെ ഇതിന്റെ വർക്കിലൊക്കെ നമ്മളൊന്ന് ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കുറച്ചൊരു വെറൈറ്റി ആക്കിയിട്ടുണ്ട്. ഇത് കാര്യമായിട്ട് നമ്മളിവിടെ ആദ്യമൊക്കെ മൂവ് ആയിരുന്നു. പക്ഷെ ഇത് നമ്മളിപ്പോ കുറെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ചെയ്തപ്പോ ഇതിന് ഡിമാൻഡ് ആയി തുടങ്ങി. ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു മോഡലേ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ട്. ഒരു 16,500 നമുക്ക് തേക്ക് കൊടുക്കാൻ പറ്റും. തേക്കന്നെ ചെയ്യാൻ പറ്റും. ഇത് മഹാഗണി, ട്രീറ്റഡ് മഹാഗണി. ഇത് നമ്മളെ ട്രീറ്റഡ് മഹാഗണി. അടിപൊളി കട്ടിലാണ്. ഇതല്ല കട്ടില. 18 രൂപ റേറ്റ് വരും. 18,000. പക്ഷെ ഇതിന് ഒരു കംപ്ലൈന്റ് വരില്ല എന്നുള്ളതാണ്. ഇതിന്റെ മരത്തിന്റെ കേടെല്ലാം തീർന്നിട്ടാണ്. ഇതിനൊക്കെ നിങ്ങൾ എന്താ വാറന്റി? ഇതിന് നിങ്ങൾക്ക് എത്ര വാറന്റി നിങ്ങൾ പറഞ്ഞ വാറന്റി നിങ്ങൾക്ക് തരാം. 15 വർഷമാണ് നമ്മൾ കൊടുക്കുന്നത്. 15 വർഷം. പക്ഷെ എന്തായാലും ഇത് ട്രീറ്റ് ചെയ്താലും മരത്തിന്റെ കേട് തീർന്ന പിന്നെ മരം കുത്തൂല, ഒന്നും ആവില്ല. ഞാൻ ആദ്യം കൂടി നേരത്തെ അവിടുന്ന് 3 സീറ്റ് കാണിച്ചോ പറഞ്ഞു. പോളിഷിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. പോളിഷ് മങ്ങൊന്നുമില്ല, പക്ഷെ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണം. മെറ്റീരിയൽ ഇത് ബോർഡാണ്, MDFന്റെ ബോർഡാണ്. ഇത് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ള മോഡലായിട്ട് വരുന്നതാണ്. ഷെൽഫൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ ഹെഡ് ഭാഗത്ത് കുഷൻ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. ആ കുഷനൊക്കെ റെക്സിൽ വരുന്നതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള കുഷനാണ്. ലെതർ ഫിനിഷ് ഉള്ള സാധനമാണ്. നമുക്ക് നമ്മൾ തല വെച്ചിരിക്കുമ്പോ നമ്മളെ ചളി എന്തെങ്കിലും ആയാലും നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ 16,500 പ്രൈസ് കുറച്ച് അങ്ങനെ ചെയ്യണത്. 16,500 അതിന്റെ അടുത്തുള്ളതാണെങ്കിൽ നമുക്കൊരു 12,800 നമ്മളെ സ്കീമിൽ ഉൾപ്പെടുത്താൻ പറ്റുക
ഇതിനും സ്റ്റോറേജ് ഒക്കെ ഉള്ള ഐറ്റം സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ ഇത് നമുക്കൊരു 16,500 ആ റേഞ്ചിൽ ചെയ്യാൻ പറ്റും. ഇത് തേക്ക് പ്രാവശ്യം നല്ല മോഡലാട്ടെ തേക്കില്. 16,500 ആ റേഞ്ചിൽ കട്ടിൽ ചെയ്യാൻ പറ്റും. അതും ഇതൊക്കെ ഏകദേശം ഇത് കുറച്ചുകൂടി കൂടിയായിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ കാലൊക്കെ ഇത് നമ്മൾ ഫിക്സ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കാലൊക്കെ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആണി ഉണ്ടല്ലോ, ഈ ആണി ഇത് മരത്തിന്റെ ആണിയാണ്. അതുപോലെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള മരത്തിന്റെ ആണിയാണ്. മരത്തിന്റെ ആണി ആയി കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരും. ഇതും അതേ റേഞ്ച് വരുന്നതാണ് 16,500 ആ റേഞ്ച് വരുന്നത്. 16,500 കാലൊക്കെ നമ്മൾ ആ പറഞ്ഞ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അത് കാല് തന്നെ നമുക്ക് ഊരി എടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റില്ല. ഇതിന്റെ ഹെഡ് മാത്രമേ ഊരാൻ പറ്റുള്ളൂ. ഇത് കുറഞ്ഞ ബെഡാണ്. ഇത് കുറഞ്ഞ ബെഡ് മീൻസ് പിന്നെ നമ്മൾ എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ബെഡ്? ഞങ്ങൾ 2000 മേലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2000 മുതൽ സ്റ്റാർട്ട് ചെയ്യണേ. നമുക്ക് എത്ര പേരുള്ള ബെഡ് പഠിക്കും. നമ്മളെ പാർട്ടിക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുക അവരോട്. നമ്മളൊരു കസ്റ്റമർ വരുമ്പോൾ ഇന്ന മെറ്റീരിയൽ ഉണ്ട്, ഇന്ന എത്ര റേറ്റ് ആവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോ നമ്മൾ യൂറോ ടോപ്പ് എന്ന് പറഞ്ഞ മോഡലാണ്. പോളാറില് ഇതൊക്കെ ഈ കട്ടിലിന് ഇതായിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് 5 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാ. ക്ലോത്തിനാണ് ഗ്യാരണ്ടി ഇല്ലാത്തുള്ളൂ. വെള്ളം മൂത്രം അങ്ങനെയുള്ളത് ആയി കഴിഞ്ഞാൽ ഗ്യാരണ്ടി കിട്ടൂല. അത് ഏത് ബെഡിനും ഗ്യാരണ്ടി കിട്ടൂല. സിംകോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ബ്രാൻഡിന്റെ പേര്. ഇവരാണ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെ വാങ്ങാണെങ്കിലും നല്ല ക്വാളിറ്റി ചെയ്യാൻ പറ്റും. അതിന് എവിടുന്ന് വാങ്ങിയാലും അതിന്റെ ഗ്യാരണ്ടി നമ്മൾ ചെയ്താലും നമ്മൾ ടൂറൊക്കെ പോണ സമയത്തൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ്. ഇത്ര പരിപാടിയുള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്കിതൊരു ഒന്ന് കടന്ന് കാണിക്കാം. 130 കിലോ വരെ നമുക്കിത് 130 കിലോ വരെ ഇത് പോകുന്നതാണ് ഇതിന്റെ ഇത് പറയുന്നത്. ഇത് നമുക്ക് സുഖമാണ്. എത്ര വെയിറ്റുമാണ് നമുക്ക് മടക്കി കാണിക്കുന്നത്. വളരെ സിമ്പിളാണ് ഇത് മടക്കാനും കാര്യങ്ങളൊക്കെ. നമ്മള് വീട്ടിലൊക്കെ പായ മടക്കും പോലെയാണ് മടക്കി വെക്കാൻ പറ്റും. എന്നിട്ട് ഇത് ബാഗിലേക്ക് നേരെ ബാഗിലാക്കിയിട്ട് നമുക്ക് തോളിലിട്ടാണ് പോകാൻ പറ്റിയ ഹെവിയാണ്. തേക്കിന്റെ തേക്കാണിത്. ഇത് 4 സീറ്റർ ആണ്. 4 ആൾക്ക് ഇരിക്കാൻ പറ്റും. എന്താ വില വരുന്നത്? ഇതൊക്കെ ഒരു 14,500 ആ റേഞ്ചിലേക്ക്. ഇതാകുമ്പോ ഇല്ല, അത് അത്ര വരുന്നില്ല. അതൊരു പിന്നെ 11,500. മരം കുറയും. 3 സീറ്റും ആണ്. 11,500. അതാവുമ്പോ കുറച്ചും കൂടി കൂടുന്നുണ്ട്. അത് 4 സീറ്റർ ആണ് ഇത് വരുന്നത്. 4 സീറ്റർ തന്നെയാണ്. ഇത് പിന്നെ അക്കേഷ്യയിൽ വരുന്നതാണ്. ഇതിന്റെ കയ്യിന്റെ ഒക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ, നമ്മൾ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവും ഇരിക്കുമ്പോഴൊക്കെ. പിന്നെ ഇതിൽ ഇങ്ങനത്തെ മോഡൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഒരു കംഫർട്ട് ആയിരിക്കും. നല്ല സുഖമാണ് ഇതിൽ ഇരിക്കാൻ. മനഫേ, അപ്പോ ഈ കുറിനെ പറ്റി ഒന്നും കൂടി ഒന്ന് പറഞ്ഞോ. കുറിനെ പറ്റി മാസം 1000 ആണ് നമ്മളെ നറുക്കിന്റെ എമൗണ്ട് വരുന്നത്. ഒരു നറുക്കിന് നമുക്ക് എത്ര നറുക്ക് വേണമെങ്കിലും കൂടാൻ പറ്റും. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടേ. ഇപ്പൊ അവർക്ക് ഇപ്പൊ ഒരു 13,000 രൂപയുടെ ഫർണിച്ചറാണ് ഒരു നറുക്കിൽ കിട്ടുക. അപ്പോ അവർക്ക് എത്ര രൂപയുടെ ഫർണിച്ചർ അവർക്ക് ഏകദേശം ഇപ്പൊ നമ്മളെ കടയിൽ വന്നാല് ഇപ്പൊ അവരെ വീട്ടിൽ എന്തൊക്കെ വേണമെന്ന് നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത്ര രൂപ ഏകദേശം ആവും എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നറുക്ക് കൂടാനും പറ്റും. ഇവിടെ നമ്മളെ അടുത്തൊക്കെ 1-2 ആളുകളൊക്കെ 5 നറുക്ക് അവർക്ക് കട്ടില്, ബെഡ്, അലമാറകള് അങ്ങനെ വേണമെന്നല്ലേ കുടിരിക്കൽ ആളുകളുണ്ടല്ലോ. അപ്പൊ 5 നറുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ എത്ര നറുക്ക് കൂടിയാലും ആ നറുക്കൊക്കെ നമ്മളെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും ചെയ്യും. ഇപ്പൊ ഒരാളെന്നെ 5 നറുക്ക് കൂടിയാല് നമ്മള് അത് 5 നറുക്കായിട്ട് തന്നെ നമ്മള് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും. അല്ലാതെ അവരെ ഒരു നറുക്ക് മാത്രമല്ല, ഒരു പേര് ഒരാളെ പേര് മാത്രമല്ല ഇടും. അവർ എത്ര നറുക്കുണ്ടോ അത്രയും പേര് അവരിടും. പിന്നെ നമുക്ക് 13 മാസമാണ് നമ്മളെ കുറി വരുന്നത്. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ 5-നാണ്. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ പാടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നറുക്കെടുപ്പ് വരുന്നത്. അപ്പൊ നമ്മൾ എല്ലാ മാസവും 5-ാം തീയതിയാണ് നമ്മൾ നറുക്കെടുപ്പ് വരിക. ഈ 5-ാം തീയതിയുടെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫണ്ട് അടച്ചാൽ മതി. ഫണ്ട് അടക്കുന്ന ആളുകളാണ് നമ്മൾ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുക. അത് കുറിയുടെ ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ പിന്നെ നമുക്ക് ഗൂഗിൾ പേ വഴി വേണമെങ്കിൽ അങ്ങനെ. പിന്നെ അടുത്തുള്ള ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ ഞങ്ങൾ ഒരുവിധം ഏരിയയിലൊക്കെ നമ്മൾ കളക്ഷൻ ഉണ്ട് ഇപ്പൊ നമ്മള്. അപ്പൊ പിന്നെ നമ്മൾ ഒരു ഇതൊക്കെ കളക്ഷൻ ആക്കിയിടും. പിന്നെ നമ്മള് ലോങ്ങിലൊക്കെ ഇപ്പൊ നമ്മള് കാഞ്ഞങ്ങാട് നമ്മള് കുറി, കാഞ്ഞങ്ങാട് കുറെ ആളുകൾ കാഞ്ഞങ്ങാട് പഠനമൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഓൾറെഡി അവിടെ ഉണ്ടായതുകൊണ്ട് അവിടുന്ന് കുറെ ആളുകൾ നമ്മളെ കുറി ചേർന്നിട്ടുണ്ട്. അപ്പൊ അവർക്കുള്ളത് അവിടെ സപ്ലൈ ചെയ്തിട്ട് നറുക്കെടുപ്പ് ഇവിടെ ഉൾപ്പെടുത്തുക. നമുക്ക് അവിടെയും ഇതുപോലെ ഗോഡൌണും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അവർക്ക് ഏത് ഫർണിച്ചർ വേണമെങ്കിൽ അവിടുന്ന് സപ്ലൈ ചെയ്യും. ഇപ്പൊ മലപ്പുറത്തും കാസർഗോഡാണ് ഇപ്പൊ നമുക്ക് ഉള്ളത്. അത് അവിടുത്തെ ആളുകൾ നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യും, അവരെ കളക്ഷൻ അവിടുന്ന് എടുക്കും, ഇവിടുത്തെ ആളുകൾ ഇവിടുന്ന് കളക്ഷൻ എടുക്കും. 13 മാസം ആണ് നമ്മൾ ഈ 13 മാസം നമുക്ക് നറുക്കെടുപ്പുണ്ട്. ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കാണും, അവരൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ? നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു വേർതിരിവ്, മലയാളിയാണ് തമിഴനാണ് കന്നഡയാണെന്നുള്ള ഒരു വേർതിരിവൊന്നുമില്ല. ആരും ഉൾപ്പെടുത്താൻ പറ്റും. നമ്മളെല്ലാരും കൂട്ടി നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നറുക്കെടുപ്പിന്റെ വീഡിയോസ് അതിലിടും. ഇൻസ്റ്റാൾമെന്റിന്റെ കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് നമ്മളൊരു വീട് കുടിക്കാനുള്ള എല്ലാ സാധനം കൊടുക്കുന്നുണ്ടല്ലേ. പാത്രങ്ങള് എന്താണെങ്കിലും കൊടുക്കും. പാത്രങ്ങള്, അതുപോലെ പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ്, പിന്നെ അവർക്ക് ഫർണിച്ചർ, ഇലക്ട്രോണിക്സ് എല്ലാം കൊടുക്കും.
ഇലക്ട്രോണിക്സ് ഒക്കെ നമ്മൾ കൊടുക്കും അവർക്ക്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, മിക്സി അങ്ങനെയുള്ള എല്ലാ സാധനം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. ബജാജിൽ ചെയ്യണില്ല, അത് നമ്മളെ ഷോപ്പിന്റെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കൊടുക്കുന്നല്ലേ. അത് ഞങ്ങളൊരു 14-15 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തു പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളൂ? ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ബാക്കിയുള്ള എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മളെ വിളിച്ചോളി. ഓക്കെ, ശരി. ഓക്കെ, ഓക്കെ.